ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. എല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നമ്മുടെ എക്സാം എന്തായാലും നമ്മൾ അടിപൊളിയാക്കും. നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരത്തുള്ളൂ. ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, 17-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സ്വന്തം സൂപ്പർ 60 ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളുമായിട്ടാണ് ഞാനും ജസീൽ സാറും വരാൻ പോകുന്നത്. സോ നിങ്ങളുടെ ചോദ്യ പേപ്പർ എത്ര തന്നെ കടുകട്ടിയുള്ളതായാലും ആ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഈ 60 ചോദ്യങ്ങളിൽ ഒതുങ്ങുന്നതായിരിക്കും. ഒരു ടെൻഷനും വേണ്ട, ഹാപ്പി ആയി കൂളായിട്ട് എല്ലാവരും ഇരിക്കുക. സോ സൂപ്പർ 60 മറക്കരുത്. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 15 ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സാർ ഈ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചോദ്യ പേപ്പർ പലപ്പോഴും ബുദ്ധിമുട്ടാവാറുള്ളത് ഒരു 3-4 ചോദ്യങ്ങൾ വളരെയധികം കട്ടിയുള്ളതായാൽ നമ്മുടെ മൊത്തത്തിൽ ചോദ്യ പേപ്പർ ബുദ്ധിമുട്ടാണെന്ന് കുട്ടികൾ വിധി എഴുതും. കാരണം നിങ്ങളുടെ ഒരു ടെൻഡൻസിയാണ്, അഥവാ കുറച്ച് ചോദ്യങ്ങൾ കട്ടിയുള്ളതാണെങ്കിൽ അറിയുന്ന ചോദ്യങ്ങൾ പോലും നിങ്ങൾ പ്രോപ്പർലി പ്രസന്റ് ചെയ്യില്ല. അത് എല്ലാവർക്കും സഹജമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കോൺഫിഡൻസ് ഡ്രോപ്പ് ആവും. അയ്യോ എനിക്ക് ഈ ചോദ്യത്തിന്റെ മാർക്ക് പോവുമല്ലോ എന്ന് ആലോചിച്ച് അറിയുന്ന ചോദ്യങ്ങൾ വരെ നിങ്ങൾ എല്ലാവരും തെറ്റിക്കാറുണ്ട്. സോ നമ്മുടെ ചോദ്യ പേപ്പർ കുഴപ്പിക്കുന്നതാണെങ്കിൽ അതിനകത്ത് കാണാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ 15 ക്വസ്റ്റ്യൻസിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസുമാണ്. അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ വേണം. അതില്ലാതെ ഇതിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. സോ എല്ലാവരുടെ കൈവശവും ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്തിട്ട് മാത്രം ഈ വീഡിയോ കണ്ടു തുടങ്ങുക. ഓക്കെ അല്ലേ? ഈ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കാണാൻ പോസിബിലിറ്റി ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സാർ ഈസി എക്സാം ആയിരുന്നു, പക്ഷെ സാർ ആ വീഡിയോയ്ക്കിട്ട് ഒരു ചോദ്യം പോലും വന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ അത്തരത്തിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ മാത്സ് എക്സാം എടുത്താലും അതിന് മുൻപുള്ള പരീക്ഷകൾ എടുത്താലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഫിസിക്സിൽ വരുന്നതെങ്കിൽ അതിനകത്ത് കാണാൻ പോസിബിലിറ്റി ഉള്ള 15 ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വന്തം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഇതിന് സിമിലർ ക്വസ്റ്റ്യൻ നമ്മുടെ മിനി മാരത്തോണിൽ ഡിസ്കസ് ചെയ്തതുമാണ്. സോ എന്താണ് ഈ ചോദ്യത്തിനകത്ത് പറയുന്നത്? ഇത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. സാറേ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ എന്നായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ കൂടി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്താണ് ഈ ചോദ്യത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് ചോദ്യത്തിനകത്ത് പറയുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. വാടാ മക്കളെ. The length and breadth and thickness of a rectangular sheet of a metal are 4.234 meter, 1.005 meter, 2.01 centimeter. സോ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ്സും നമുക്ക് നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോള്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോള്യം ഓഫ് ദ ഷീറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്ന് വോള്യം കണ്ടുപിടിക്കാൻ നിസ്സാരമാണല്ലോ എന്ന തോന്നലാണ് നിങ്ങൾക്ക് ആദ്യം വരുന്നതെങ്കിൽ ബാക്കിയുള്ള കാര്യം കൂടി ഒന്ന് വായിച്ചു നോക്കുക. വോള്യം ഓഫ് ദ ഷീറ്റ് ടു കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ആ വോള്യത്തിനകത്ത് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ക്ലിയർ? അപ്പൊ എങ്ങനെ പ്രൊസീഡ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് നൽകിയിരിക്കുന്നത് മീറ്ററിലാണ്, പക്ഷെ തിക്നെസ് നൽകിയിരിക്കുന്നത് സെന്റിമീറ്ററിലല്ലേ. സോ ആ തിക്നെസ്സിന് നമുക്ക് ഏതിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്? മീറ്ററിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ വോള്യത്തിന്റെ ഇക്വേഷൻ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതല്ലേ. എന്താണ് മക്കളെ വോള്യത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. സോ വോള്യം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു സംശയം വേണ്ട. സോ വോള്യം ഇവിടെ ലെങ്ത് എത്രയാണ്? 4.234. ബ്രെഡ്ത്ത് എത്രയാണ്? 1.005. അടുത്തത് നമ്മുടെ തിക്നെസ് എത്രയാണ്? 2.01 ആണ്. അതിനെ നമുക്ക് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 0.0201 എന്ന് കിട്ടും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. എന്റെ കൈവശം സയന്റിഫിക് കാൽക്കുലേറ്റർ ഇല്ല, അപ്പൊ എന്റെ മൊബൈൽ മാത്രമേ ഉള്ളൂ. സോ മൊബൈലിൽ ഞാനൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ 4.234 ഇൻറ്റു 1.005 ഇൻറ്റു 0.0201. സോ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാൽ 0.0855. ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് എഴുതി വെക്കാം, നോക്കണം മക്കളെ. 0.085528.917. ഇത് കംപ്ലീറ്റ്ലി ഞാൻ എഴുതുന്നുണ്ട്. കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയി നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത്. ഫൈൻ, ഓക്കെ. ഇനി അവർ അവസാനം പറഞ്ഞ വാക്കിലോട്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ. ടു കറക്റ്റ്
കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. സോ ആ ഉത്തരത്തിൽ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്താണ് ഈ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗിവൺ ഡാറ്റാസ് നിങ്ങളെല്ലാം പരിശോധിക്കുക. നമ്മുടെ ഗിവൺ ഡാറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞു വെച്ചാൽ അവിടെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, തിക്നെസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർക്കാണ് മക്കളെ ഉള്ളത്? ഇപ്പൊ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ലെങ്ത്തിനകത്ത് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ബ്രെഡ്ത്ത് എടുത്തു കഴിഞ്ഞാലോ ബ്രെഡ്ത്തിനകത്തും 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. പക്ഷെ തിക്നെസ് എടുത്താലോ അവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ. നോക്കാം, 201 മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ. സോ അവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഗിവൺ ഡാറ്റയിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണ് മക്കളെ? അത് 3 അല്ലേ? ഗിവൺ ഡാറ്റയിലുള്ള പാരാമീറ്റേഴ്സിൽ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത് 3 ആണ്. ശരിയല്ലടാ, തിക്നെസ് ആണ്. സോ നമ്മുടെ ഉത്തരമായ വോള്യത്തിലും അതേ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ. സോ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ ഏതിനകത്തും ഉണ്ടാവാൻ പാടുകയുള്ളൂ? വോള്യത്തിനകത്തും ഉണ്ടാവാൻ പാടുകയുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വെച്ച് ഉത്തരം എഴുതാം? വോള്യം ഈക്വൽ ടു 0.0, അവ സിഗ്നിഫിക്കന്റ് അല്ല, 855. അത് മാത്രം മതി, കാരണം ഇപ്പോൾ തന്നെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയി. ഉത്തരം മീറ്റർ ക്യൂബിൽ അങ്ങ് എഴുതി വെച്ചോ. ആൻസർ വിൽ ബി ഇൻ മീറ്റർ ക്യൂബ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ. കൃത്യമായിട്ട് ചോദ്യം മനസ്സിലായില്ലേ? സോ ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. സാധാരണഗതിയിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഒരു മെഷർമെന്റ് നൽകിയിട്ട് അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഒരു ലെവൽ കൂടി ചോദിക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു ടൈപ്പ് കൂടി നമുക്ക് അതിന് സമാനമായ ഒരു ടൈപ്പ് കൂടി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നോക്കണം മക്കളെ, ഇവിടെ 4.74 gram of a substance occupies a volume of 1.2 centimeter cube. നമുക്ക് മാസും നൽകിയിട്ടുണ്ട്, വോള്യവും നൽകിയിട്ടുണ്ട്. എക്സ്പ്രസ് ദ ഡെൻസിറ്റി ബൈ യൂസിങ് കൺസെപ്റ്റ് ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ ഡെൻസിറ്റിയെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാം. നോക്കാം, വാ, നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം മാസും അതുപോലെ തന്നെ വോള്യവുമാണ്. ഡെൻസിറ്റി ഈക്വൽ ടു എന്താ മക്കളെ? മാസ് ബൈ വോള്യം ആണ്. സോ 5.74 ഡിവൈഡഡ് ബൈ വോള്യം എത്രയാണ്? 1.2 ആണ്. സോ ഡെൻസിറ്റി ഈക്വൽ എത്ര കിട്ടുവാടാ? ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നേ. 5.74 ഡിവൈഡഡ് ബൈ 1.2, ഉത്തരം എത്രയാണ്? 4.7833 ആണ് വരുന്നത്. 4.7833 ആണ് വരുന്നത്. 4.78, പിന്നെ അങ്ങോട്ട് കുറേ 3 ഉണ്ട്. ഇങ്ങനെ ഒരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരം ഒരു ഉത്തരമാണ് ലഭിക്കുക. ഇനി അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രം നമുക്ക് എടുത്താൽ മതി? ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ മാസിനകത്തുള്ളത് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ വോള്യത്തിനകത്തുള്ളത് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ശരിയല്ലേ? സോ നമ്മുടെ ഉത്തരത്തിലും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ പാടുകയുള്ളൂ? 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാത്രമേ പാടുകയുള്ളൂ. അപ്പൊ നമുക്ക് ഡെൻസിറ്റി എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഈക്വൽ ടു 4.7 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ നോക്കി, 7 ശേഷമുള്ളത് 8 അല്ലേ? അത് 5നേക്കാളും വലിയ വാല്യൂ അല്ലേ? സോ 7 ശേഷമുള്ളത് 8 ആയതിനാൽ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 4.7 പകരം എന്ത് എഴുതാം? 4.8 എന്ന് എഴുതാം. യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് മാസ് ബൈ വോള്യം അല്ലേ? സോ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. സാറേ, ഇതിന് നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോട്ട് മാറ്റണ്ടേ? അതിനൊരു അനിവാര്യതയുമില്ല, അങ്ങനെ മാറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ഗിവൺ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി, പ്രശ്നമില്ല. ഇവിടെ എന്തുകൊണ്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലാണ്, പക്ഷെ തിക്നെസ് സെന്റിമീറ്ററിലാണ്. അതുകൊണ്ടാണ് മാറ്റിയത്. 3 സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിലും തിക്നെസ് സെന്റിമീറ്ററിലും ആയതുകൊണ്ടാണ് മാറ്റിയത്. ഇവിടെയുള്ള ഗിവൺ ഡാറ്റാസ് പ്രകാരമുള്ള ഉത്തരം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. സെറ്റ് അല്ലേ മക്കളെ? അടിപൊളിയായിട്ട് കാര്യം മനസ്സിലായില്ല. അടുത്ത ചോദ്യത്തിലൂടെ കടന്നാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാണ്ടർവാൾസ് ഇക്വേഷൻ ഓറിയന്റഡ് ആയ ഒരു ചോദ്യം പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ അത്തരം ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. മിനി മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന് മുൻപ് 100% ഷുവർ ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. റൈറ്റ്. സോ എങ്ങനെയാണ് ഇത്തരം ഒരു ചോദ്യം ക്രാക്ക് ചെയ്യാം എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ വാണ്ടർവാൾസ് ഇക്വേഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞു വെച്ചാൽ പ്രഷർ ആണ്, വി മോളാർ വോളിയം ആണ്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഡിറ്റർമൈൻ ദ ഡയമെൻഷൻ ഓഫ് എ ആൻഡ് ബി, ഹെൻസ് റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ SI യൂണിറ്റും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാം, നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സിമ്പിൾ ആണ് മക്കളെ. അതായത് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ 2 ടേംസ് ആഡ് ചെയ്യുകയാണെങ്കിലോ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ അവർക്ക് ഒരേ ഡയമെൻഷൻ ആയിരിക്കണം.
സോ അതായത് ഇവിടെ പിയും എ ബൈ ബി സ്ക്വയറും കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിക്കും എ ബൈ ബി സ്ക്വയറിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിക്കും എ ബൈ ബി സ്ക്വയറിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. സിമിലർലി ഇവിടെ വിയും ബിയും കൂടി സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വിക്കും ബിക്കും എന്തായിരിക്കണം? ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നമ്മൾ രണ്ട് ടേംസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒരു ഡയമെൻഷനിൽ കറക്റ്റ് ഇക്വേഷനിൽ ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് രണ്ടിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. സോ ഇവിടെ പിക്കും എ ബൈ ബി സ്ക്വയറിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും, വിക്കും ബിക്കും എന്തായിരിക്കും? ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ഇത് മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. എങ്കിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ, മുഴുവൻ മക്കളും ശ്രദ്ധിച്ചേടാ. സോ ആദ്യം പിക്കും എ ബൈ ബി സ്ക്വയറും ഒരേ ഡയമെൻഷൻ അല്ലേ? സോ ഡയമെൻഷൻ ഓഫ് പി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ ബി സ്ക്വയർ. ഒരു സംശയവും വേണ്ട, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ എന്ന് എഴുതാം. ഒരു സംശയമില്ലല്ലോ. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു വി സ്ക്വയർ. പി എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ലേ മക്കളെ? എന്താണ് പ്രഷറിന്റെ ഇക്വേഷൻ? പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ പ്രഷർ ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പ്രഷറിന്റെ ഡയമെൻഷനിലോട്ട് എഴുതാം. സോ ഡയമെൻഷൻ ഓഫ് പ്രഷർ ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, എം എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രഷറിന്റെ ഡയമെൻഷൻ നമുക്ക് എന്ത് ലഭിക്കും? പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. ഇതാണ് നമ്മുടെ പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ എങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു പ്രഷറിന് പകരം എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. വോള്യത്തിന് പകരം എൽ ക്യൂബ് ആണ്, ഒരു ഹോൾ സ്ക്വയർ കൂടിയുണ്ട്. അപ്പൊ ദ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു എൽ പവർ ഓഫ് 6. സോ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ എന്ത് കിട്ടും മക്കളെ? എം എൽ റേസ് ടു 5. മൈനസ് 1ഉം 6ഉം അല്ല, അപ്പൊ എൽ റേസ് ടു 5 ടി റേസ് ടു മൈനസ് 2. ഇതാണ് നമ്മുടെ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ലടാ. സെറ്റ്. ഇനി അവന്റെ SI യൂണിറ്റ് കൂടി ഞാൻ സിംപ്ലി ഒന്ന് പറഞ്ഞുതരാം. നിസ്സാരമാണ് മക്കളെ. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, സോ കിലോഗ്രാം. എൽ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ മീറ്റർ പവർ ഓഫ് 5. ടി റേസ് ടു മൈനസ് 2 എന്ന പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. സോ കിലോഗ്രാം മീറ്റർ പവർ ഓഫ് 5 പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ എയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. സെറ്റ്. ബിയും അതുപോലെ കണ്ടുപിടിക്കാം. നിസ്സാരമാണ് ബി കണ്ടുപിടിക്കാൻ, കാരണം വോള്യത്തിനും ബിക്കും ഒരേ ഡയമെൻഷൻ ആണ്. എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും നോക്കണം മക്കളെ. ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വോള്യം ആണ്. എങ്കിൽ ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് ലഭിക്കും മക്കളെ? എൽ ക്യൂബ് എന്ന് ലഭിക്കും. കാരണം വോള്യത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ക്യൂബ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയേ ഉള്ളൂ മക്കളെ, കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ യൂണിറ്റ് കൂടി എഴുതാം. എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും യൂണിറ്റ് വരിക? മീറ്റർ ക്യൂബ് ആയിരിക്കും യൂണിറ്റ് വരിക. സോ ബിയുടെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് ആയിരിക്കും. സെറ്റ്. അടിപൊളിയായിട്ട് അന്തസ്സായിട്ട് എന്റെ മക്കൾക്ക് മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലടാ. എങ്കിൽ അടുത്തതിലോട്ട് കടന്നാലോ? എങ്കിൽ നമ്മൾ ഇതാ അടുത്തതിലോട്ട് കടക്കും. ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ ഫ്രം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള അടുത്തൊരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. തയ്യാറല്ലേ? വാടാ. സോ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് സി ആണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. എങ്കിൽ എയുടെയും ഒമേഗയുടെയും സിയുടെയും ഡയമെൻഷൻ എന്താണ് എന്നതാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് എ ഒമേഗ ആൻഡ് സി? സിമ്പിൾ ആണ് മക്കളെ, ഒരു സംശയമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈനിനകത്ത് വരുന്ന ഈ കംപ്ലീറ്റ് ഫംഗ്ഷൻ ഒരു ആംഗിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക്. സൈൻ തീറ്റ. സോ അതിനാൽ തന്നെ ഒമേഗ ടി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. അതിനകത്ത് ഒമേഗ ടിയും ആംഗിൾ ആയിരിക്കും, സിയും ആംഗിൾ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫൈൻ, ഓക്കെ. എങ്കിൽ ആദ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം, ഇവയ്ക്ക് ഈ സൈൻ ഒമേഗ ടി പ്ലസ് സിക്ക് ഒരു ഡയമെൻഷനും ഇല്ല. അതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. സോ അതിന് ഡയമെൻഷൻ ഇല്ല, ഒരു സംശയവും വേണ്ട. സോ എക്സിന്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും ആർക്കും ഉണ്ടാവുക? എയ്ക്കും ഉണ്ടാവുക. എക്സിന്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും എയ്ക്ക് ഉണ്ടാവുക. സോ ദെർഫോർ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എക്സ് ആയിരിക്കും. സോ എക്സിന്റെ ഡയമെൻഷൻ എന്താ മക്കളെ? എല്ലാവരും പറയടാ. എക്സിന്റെ ഡയമെൻഷൻ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? സോ ഡയമെൻഷൻ എന്തായിരിക്കും? എൽ ആയിരിക്കും. എൽ ഈസ് ദ ഡയമെൻഷൻ ഫോർ എക്സ്. കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്തത്, അവന്റെ യൂണിറ്റ് എന്തായിരിക്കും മക്കളെ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആയിരിക്കും യൂണിറ്റ് വരിക. മീറ്റർ ഈസ് ദ യൂണിറ്റ്. കൺസെപ്റ്റ് സെറ്റ്. ഒരു സംശയവുമില്ലാതെ കൃത്യമായിട്ട് മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായില്ലടാ. അടുത്ത കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ഒമേഗ.
ഒമേഗയുടെ ഡയമെൻഷനും യൂണിറ്റും എന്താണ് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. ഒമേഗ ടി നമുക്ക് എടുക്കാം. ഒമേഗ ടി ഒരു ആംഗിൾ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആംഗിളിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. സോ ഡയമെൻഷൻ ഓഫ് ഒമേഗ ടി നമുക്ക് എത്രയായിട്ട് എടുക്കാം, 1 ആയിട്ട് എടുക്കാം. ഒമേഗ ടിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. എങ്കിൽ നോക്കടാ മക്കളെ, ഡയമെൻഷൻ ഓഫ് ഒമേഗ എന്തായിരിക്കും, 1 ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി എന്ന് വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ടി റേസ് ടു -1. അതെന്തിന് ഈക്വൽ ആയിരുന്നു മക്കളെ, ടി റേസ് ടു -1 ഈക്വലന്റ് ആണ്. സോ ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒമേഗയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടി റേസ് ടു -1 ആണ്. അവന്റെ യൂണിറ്റ് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ഒമേഗ ടിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ആയതിനാൽ തന്നെ റേഡിയൻ ആണ്. അപ്പൊ ഒമേഗയുടെ യൂണിറ്റ് എന്ത് വരും, റേഡിയൻ പെർ ടൈം അല്ലേ. സോ റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. അങ്ങനെ തന്നെ മനസ്സിലാക്കുക, റേഡിയൻ പെർ സെക്കൻഡ്. ഇവിടെ നിങ്ങൾ നേരിട്ട് സെക്കൻഡ് റേസ് ടു -1 എന്ന് മാത്രം എഴുതരുത്. കാരണം ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ആണ്. അഥവാ ഒമേഗ ടിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ. അപ്പൊ ഈ ടി താഴോട്ട് പോയാൽ റേഡിയൻ പെർ സെക്കൻഡ്. സോ ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അടുത്തത് സിയുടെ ഡയമെൻഷനും യൂണിറ്റും എന്താണ് എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, സി എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ആണ്. സോ അവൻ എന്തില്ല, അവന് ഡയമെൻഷൻ ഇല്ല. അവന്റെ ഡയമെൻഷൻ 1 ആണ്. അവന്റെ യൂണിറ്റ് എന്തായിരിക്കും, അവൻ ആംഗിൾ ആയതിനാൽ തന്നെ അവന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. സോ സിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ, ഒരു സംശയവും ഇല്ലാതെ അന്തസ്സായിട്ട് മക്കൾക്ക് മനസ്സിലായില്ലേ. അടുത്ത ചോദ്യത്തിൽ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേണം. അടിപൊളി ക്വസ്റ്റ്യൻ, ജിഞ്ചിൻ ജാക്കിന്റെ ചോദ്യം എന്ന് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിപൊളി ചോദ്യമാണ് കാണുന്നത്. ഒരു ഹൈക്കർ, ഒരു മല കയറുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഒരു ക്ലിഫിന് മുകളിൽ, ഒരു പാറക്കഷ്ണത്തിന് മുകളിൽ നിൽക്കുകയാണ്. അത് എത്ര ഉയരത്തിലാണ്, 490 മീറ്റർ ഉയരത്തിലാണ്. സ്ട്രെയിറ്റ് ലൈൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. above the ground and it throws stone horizontally with a initial speed of 15 meter per second. ആ മുകൾ ഭാഗത്ത് നിന്ന് ഒരു കല്ല് 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഹൊറിസോണ്ടലി ആൾ എറിയുകയാണ്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. ആ കല്ല് നിലത്തെത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം. അതുപോലെ തന്നെ ആൻഡ് ദ സ്പീഡ് അറ്റ് വിച്ച് വെൻ ഇറ്റ്സ് ഹിറ്റ് ദ ഗ്രൗണ്ട്, അത് താഴെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് എത്രയാണ് എന്ന കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് ഒരു ചിത്രം വരച്ച് കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം മനസ്സിലാവും. ഒരു ചിത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൺവേ ചെയ്യാം. ഈ കാര്യം നമുക്കൊരു ചിത്രത്തിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കണം, ഞാൻ ഒരു ബ്ലാങ്ക് പേജ് എടുക്കട്ടെ. യെസ്, ഇത് നമുക്കൊരു ബ്ലാങ്ക് പേജ് ആയിട്ട് കോപ്പി ചെയ്യാം. ചിത്രമില്ലാതെ നമുക്ക് പരിപാടി നടത്താൻ പറ്റില്ല. പേസ്റ്റ് പേജ്. ഓക്കെ, ഒന്നുമില്ല, ഇത് മായ്ച്ചു കളയാൻ കറക്റ്റ്. ഓക്കെ, റെഡി. ഒരു ബ്ലാങ്ക് പേജ് എടുത്തു. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ നമ്മുടെ മുന്നിൽ ഒരു ക്ലിഫ് ഉണ്ടെന്ന് വിചാരിക്കുക. സിംപ്ലി ഞാൻ ഇങ്ങനെ ഒരു സാധനം വരച്ചു. ഇതിന് മുകളിലാണ് അണ്ണൻ നിൽക്കുന്നത്. സോ അണ്ണൻ എന്ത് ചെയ്യുന്നു, ഒരു കല്ലെടുത്ത് താഴോട്ട് എറിയുന്നതാ. ഞാൻ ഒരു കല്ല് ഇവിടെ നിന്ന് അണ്ണൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കല്ലെടുത്ത് താഴോട്ട് ഹൊറിസോണ്ടലി ആണ് എറിയുന്നത്. സോ ഇങ്ങനെ എറിഞ്ഞാൽ പോരാ, ഹൊറിസോണ്ടലി ആശാൻ ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിയുന്നു. ഓക്കെ, റൈറ്റ്. കല്ലെടുത്ത് എറിഞ്ഞു. കല്ല് പിന്നെയും താഴേക്ക് പോകണ്ട, ഇത്ര ഉയരത്തിലേ പോകത്തുള്ളൂ. ഫൈൻ. ഓക്കെ, കല്ലെടുത്തെറിഞ്ഞു. ഇതാണ് ആ സർഫേസ് എന്ന് പറയും. ഞാൻ ആ സർഫേസ് ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, സോ ഈ പറയുന്ന പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. സോ അവിടെ നിന്നാണ് ഹൊറിസോണ്ടലി ഒരു കല്ലെടുത്തെറിയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇതിന്റെ ഉയരം നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. എത്രയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്? ഇതിന്റെ ഉയരം നമുക്ക് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്ന വാല്യൂ ഞാനൊന്ന് കൃത്യമായിട്ട് എഴുതാം. ഇതാ പിടിച്ചോ. ഇതിന്റെ ഹൈറ്റ് അവർ ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 490 മീറ്റർ. എത്രയാണ് മക്കളെ? 490 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ എറിയുന്ന കല്ലിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയും ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. എത്രയാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്? ആ കല്ലിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി നൽകിയിട്ടുണ്ടല്ലോ, തീർച്ചയായും നൽകിയിട്ടുണ്ട്. അത് എത്രയാണ് മക്കളെ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ കല്ല് നിലത്ത് വന്ന് വീഴാൻ എടുക്കുന്ന സമയം. നമുക്കൊരു കല്ല് വേണേ ഇവിടെ വരയ്ക്കാം. ആ കല്ല് നിലത്ത് വന്ന് വീഴാൻ എടുക്കുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ നിലത്ത് വന്ന് വീഴുന്ന സമയത്തുള്ള അതിന്റെ വെലോസിറ്റി എത്രയാണ് എന്ന കാര്യവും കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? അതാദ്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. സിമ്പിൾ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഒരു കല്ല് നമ്മൾ ഹൊറിസോണ്ടലി എറിയുന്ന സമയത്ത് നമുക്കറിയാം, പ്രൊജക്ടൈൽ മോഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അതിനാൽ തന്നെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി അതിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല. വെർട്ടിക്കൽ കമ്പോണന്റിൽ മാത്രമേ ആക്സിലറേഷൻ ഉണ്ടാവത്തുള്ളൂ. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമൈൻസ് ദ സെയിം. സോ ഈ നിലത്ത് വന്ന് വീഴുമ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്ര തന്നെയായിരിക്കും? 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതിനകത്ത് മാറ്റമില്ല. എറിയുമ്പോഴുള്ള അതേ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി തന്നെയായിരിക്കും ഈ നിലത്ത് വന്ന് വീഴുമ്പോഴും ഉണ്ടാവുക.
പക്ഷേ നമ്മളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറം വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്, ശരിയല്ലേ? നമുക്ക് അവനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ താഴെ വന്ന് വീഴുന്ന സമയത്തുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എത്രയാണ് എന്ന കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഫൈൻ, നമുക്ക് ഓരോരോ സ്റ്റെപ്പുകളിലോട്ടായിട്ട് പതിയെ കടന്നു പോകാം. ഒരു ടെൻഷനും ഇല്ല, കൂളായിട്ട് നിൽക്കുക എല്ലാവരും. സോ മക്കളെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വന്തം കൈനമാറ്റിക് ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റിന്റെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നമ്മൾ എടുത്തെഴുതുന്നു. ഫൈൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആ ഇക്വേഷൻ ആയിട്ട് ഇവനെ മാറ്റുക. ഇവൻ നോർമലി ഉള്ള വൺ ഡയമെൻഷണൽ മോഷൻ ഇക്വേഷൻ ആണ്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഷൻ ഓറിയന്റഡ് ആയിട്ട് ഇവനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. സോ എസിന് പകരം വൈ എന്ന് കൊടുക്കുന്നു. സിംപ്ലി y ഈക്വൽ ടു എത്രയാണ് മക്കളെ? യു വൈ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ആ രീതിയിലൂടെ ഞാൻ ഇക്വേഷനെ മാറ്റി, അഥവാ വെർട്ടിക്കൽ മോഷൻ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓറിയന്റഡ് ആയിട്ട് ഞാൻ ഇവനെ ഓൾട്ടർ ചെയ്തു. ഫൈൻ, ഓക്കെ. യു വൈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് മക്കളെ? ഒന്ന് നോക്കിക്കണം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? താഴോട്ടുള്ള ദൂരം എത്രയാണ്? ഇവിടെ 40 ആണ്, 490 ആണ്. സോ അത് താഴോട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഡൗൺവേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. സോ മൈനസ് 490. അതെ, നെഗറ്റീവ് ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല. പൊതുവേ നമ്മൾ താഴോട്ടുള്ളത് നെഗറ്റീവും മുകളിലോട്ടുള്ളത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഇവിടെ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ അതിന് എന്തായിട്ട് എടുത്തു? മൈനസ് 490 ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യു വൈ എത്രയാണ്? 0 ആണ്, ശരിയല്ലേ? ഇനീഷ്യലി വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി ഇല്ല. അപ്പൊ യു വൈക്ക് പകരം എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. എ വൈ ആക്ച്വലി എന്തിന് ഇക്വലന്റ് ആണ്? ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഇക്വലന്റ് ആണ്. അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. സോ മൈനസ് ജി എന്ന് റീപ്ലേസ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അപ്പൊ 0 ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് വരും. ഫൈൻ, ഓക്കെ. അപ്പൊ മൈനസ് 490 ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടും. ശ്രദ്ധിക്കണം മക്കളെ, മൈനസും മൈനസും ഞാൻ ക്യാൻസൽ ചെയ്തു. സോ ബാക്കിയുള്ള ടേംസ് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പൊ ജി ടി സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 490 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ എത്രയാടാ? 980. അപ്പൊ ടി സ്ക്വയർ ഈക്വൽ ടു 980 ഡിവൈഡഡ് ബൈ 9.8 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു 100. അപ്പൊ ടി ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് 100 എന്ന് വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു 10 സെക്കൻഡ്. സോ ഉത്തരം എത്രയാണ്? 10 സെക്കൻഡ്. ആ കല്ല് നിലത്ത് വന്ന് വീഴാനെടുത്ത സമയം എത്രയായിരിക്കും? 10 സെക്കൻഡ്. സിമ്പിൾ ആണ്. നമ്മൾ ആ വെർട്ടിക്കൽ കമ്പോണന്റ് ഓറിയന്റഡ് ആയിട്ട് റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമയം കിട്ടി. അടുത്ത കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഥവാ ഈ താഴെ വന്ന് വീഴുന്ന സമയത്തുള്ള ടോട്ടൽ വെലോസിറ്റി എത്രയാണ്? നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റിക്ക് മാറ്റമില്ല, അത് 15 തന്നെയാണ്. പക്ഷെ താഴെ വന്ന് വീഴുമ്പോഴുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി കണ്ടുപിടിക്കണ്ടേ? വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്വേഷൻ അറിയുന്ന ഒരു കൈനമാറ്റിക് ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. അപ്പൊ വി വൈ ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി എന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. വൈ എന്ന് കൊടുത്ത വെർട്ടിക്കൽ മോഷൻ ഓറിയന്റഡ് ആണ്. വി വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ വൈ എത്ര? യു വൈ എത്രയാണ്? 0 ആണ്. എ വൈ എന്ന് പറഞ്ഞാൽ മൈനസ് 9.8 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ വി വൈ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? മൈനസ് 98 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്രയാണ്? മൈനസ് 98 മീറ്റർ പെർ സെക്കൻഡ്. സോ ഈ പോയിന്റിലുള്ള വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി എത്രയായിരിക്കും? മൈനസ് 98 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റി എത്രയായിരിക്കും? 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഫൈൻ, രണ്ടുകൂടി റിസോൾവ് ചെയ്യണ്ടേ? രണ്ടുകൂടി റിസോൾവ് ചെയ്യണം, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ രണ്ട് വെക്ടേഴ്സ് റിസോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ ടോട്ടൽ വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് രണ്ടിനെയും സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് മൈനസ് 98 ഹോൾ സ്ക്വയർ പ്ലസ് 15 ഹോൾ സ്ക്വയർ എന്ന് ചെയ്യുക. സോ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് 99 ആയിരിക്കും. സോ 99 മീറ്റർ പെർ സെക്കൻഡ്. സോ ഈ പോയിന്റിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 99 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സോ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും ഉത്തരം എഴുതിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കുന്നു. റെയിനിന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ NCERT എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്താണ് റെയിനിനകത്ത് പറയുന്നത് നോക്കണം. എ റെയിൻ ഈസ് ഫാളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. ആ മഴ താഴോട്ട് 35 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറ്റടിക്കുന്നുണ്ട്. കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? വിൻഡ് സ്റ്റാർട്ട് ബ്ലോയിങ് ആഫ്റ്റർ സം ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് കാറ്റടിക്കുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് എ ബോയ് വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഷുഡ് ഹോൾഡ് ഹിസ് അംബ്രല്ല? ഒരു കുട്ടി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. സോ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുട്ടി ഏത് ഡയറക്ഷനിലായിരിക്കും കുട പിടിക്കേണ്ടത് എന്നാണ് ചോദ്യം. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുട്ടി ഏത് ഡയറക്ഷനിലായിരിക്കും കുട പിടിക്കേണ്ടത് എന്നതാണ് ചോദ്യം. നമുക്ക് നോക്കിയാലോ.
സിമ്പിൾ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഞാനൊരു അടിപൊളി ചിത്രം വരച്ച് തരട്ടാ. ഇത് ഓറിയന്റഡ് ആ ഒരു ജിഞ്ചിഞ്ചാക്കിയിട്ട് ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. സോ മഴ താഴോട്ട് എത്ര വേഗതയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്? മഴ പെയ്യുന്ന വേഗത നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. സോ വി ആർ ഈക്വൽ ടു 35 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ കാറ്റ് വീശുന്ന ഡയറക്ഷൻ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ്. സോ അതിനാൽ തന്നെ ആ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. അത് എത്രയാണ്? അത് VW എന്ന് കൊടുക്കാം, ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ്. സെറ്റ് അല്ലേ? ഇത് രണ്ടും മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നമുക്ക് ഈ കാറ്റിന്റെയും മഴയുടെയും റിസൾട്ടന്റ് എഫക്റ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കുട്ടി കൂടെ പിടിക്കാൻ, ശരിയല്ലേ? സോ കാറ്റിന്റെയും മഴയുടെയും റിസൾട്ടന്റ് എഫക്റ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഈ രണ്ടിനെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കുട്ടി എന്ത് ചെയ്യാൻ? കുട്ടി കൂട പിടിക്കാൻ വേണ്ടിയിട്ട്. സോ അതിനാൽ തന്നെ ഇവയുടെ റിസൾട്ടന്റ് ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ റിസൾട്ടന്റ് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ട്രയാങ്കിളിലോ നമുക്ക് എടുത്താലോ സിംപ്ലി. അപ്പൊ ഈ വെക്ടറിനെ ഞാൻ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്യാണ്. അടിപൊളി. സോ ഇങ്ങനെ റീപ്ലേസ് ചെയ്താൽ ശരിയാവൂല മക്കളെ, ഞാൻ വരയ്ക്കാം. ഇറ്റ് വിൽ ബി ഓക്കെ. സോ ഞാൻ ആ മുകളിലുള്ള വെക്ടറിനെ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? താഴോട്ട് വരയ്ക്കുന്നു. മുകളിലുള്ള വെക്ടറിനെ അതുപോലെ തന്നെ ഞാൻ താഴോട്ട് റീപ്ലേസ് ചെയ്ത് വരയ്ക്കുന്നു. ഒരു മാറ്റവുമില്ല. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല, ഡയറക്ഷൻ മാറിയിട്ടില്ല. സോ VW = 12 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻ. ഇനി നമുക്ക് ട്രയാങ്കിൾ ലോ പ്രകാരം ഇത് രണ്ട് വെക്ടേഴ്സ് ആണ്. സോ അവ സെയിം ഓർഡറിലാണ്. സോ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും റിസൾട്ടന്റ്. സോ ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുക. ഒരു സംശയം വേണം. സോ ആ റിസൾട്ടന്റിന് ഞാൻ R എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുകയാണ്. ദിസ് ഈസ് അവർ റിസൾട്ടന്റ് R. ഈ റിസൾട്ടന്റ് എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കുട്ടി കൂടെ പിടിക്കാൻ. സോ ഇവിടെ റിസൾട്ടന്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഈ ഒരു ഡയറക്ഷനിലാണ്. സോ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കുട്ടി കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട്. സോ ആദ്യം നമുക്ക് ഈ ഒരു ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാം. എന്തിനാണ് തീറ്റ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കിക്കേ, ഈ റിസൾട്ടന്റ് എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവുക? കുട പിടിക്കുന്നുണ്ടാവുക, ശരിയല്ലേ? ഈ കാറ്റിന്റെയും മഴയുടെയും റിസൾട്ടന്റ് എഫക്റ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുട പിടിച്ചാലേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റിസൾട്ടന്റ് എഫക്റ്റ് മുകളിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കുട പിടിക്കണം, ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കുട പിടിക്കണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് കാറ്റിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഇവിടെ റിസൾട്ടന്റ് എഫക്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. സോ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുട പിടിക്കാൻ മീൻസ് ഈ ഡയറക്ഷനിൽ വേണം കുട്ടി എന്ത് ചെയ്യാൻ? കുട്ടി കുട പിടിക്കാൻ. ഫൈൻ. സോ തീറ്റ നിസ്സാരമായി കണ്ടുപിടിക്കാം. കാരണം തീറ്റ കണ്ടുപിടിച്ചാൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. സോ തീറ്റ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കടാ, ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 12 ആണ്. അഡ്ജസ്റ്റന്റ് സൈഡ് എത്രയാണ്? 35 ആണ്. അപ്പൊ തീറ്റ ഈക്വൽ ടു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 12 ഡിവൈഡഡ് ബൈ 35 ആയിരിക്കും. ഈക്വൽ ടു എത്ര വരും? 19 ഡിഗ്രി എന്ന് വരും. സോ തീറ്റ എത്രയാണ്? 19 ഡിഗ്രി. സോ ഈ ആംഗിളും എത്രയായിരിക്കും? 19 ഡിഗ്രി ആയിരിക്കും. അഥവാ അപ്പൊ കുട്ടി എങ്ങനെയാണ് കുടപിടിക്കേണ്ടത്? വെർട്ടിക്കലിൽ നിന്ന് 19 ഡിഗ്രി ഈസ്റ്റിലോട്ട് മാറിയിട്ട് വേണം കുട്ടി കുടപിടിക്കാൻ. നോക്കണം, വെർട്ടിക്കലിൽ നിന്ന് 19 ഡിഗ്രി ഈസ്റ്റിലോട്ട് മാറിയിട്ട് വേണം കുട്ടി എന്ത് ചെയ്യാൻ? കുട്ടി കുടപിടിക്കാൻ. ആ കാര്യം മനസ്സിലാക്കുക. സോ അത് തന്നെയാണ് ഇവിടെ ഉത്തരം. ദ ബോയ് ഷുഡ് ഹോൾഡ് ഹിസ് അംബ്രല്ല അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി ഫ്രം ദ വെർട്ടിക്കൽ ടുവേർഡ്സ് ദ ഈസ്റ്റ്. സോ വെർട്ടിക്കലിൽ നിന്ന് ഈസ്റ്റിലോട്ട് മാറിയിട്ട് വേണം കുട്ടി എന്ത് ചെയ്യാൻ? കുട പിടിക്കാൻ. അതും 19 ഡിഗ്രി കേട്ടോ. സോ വെർട്ടിക്കലിൽ നിന്ന് 19 ഡിഗ്രി ഈസ്റ്റിലോട്ട് മാറിയിട്ടാണ് കുട്ടി കുട പിടിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, മനസ്സിലാക്കി പഠിക്കേണ്ട ചോദ്യമാണ്. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യത്തിലൂടെ കിടക്കുന്നു. നമ്മുടെ സ്വന്തം പ്രൊജക്ടൈൽ മോഷൻ ഓറിയന്റഡ് ആയ, ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ ഓറിയന്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ഒരു പ്രൊജക്ടൈലിന്റെ ട്രജക്ടറി നമുക്ക് നൽകിയിട്ടുണ്ട്. y = x - x² ഡിവൈഡഡ് ബൈ 80. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്. നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാം. സോ ആദ്യം നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. y = x - x² ഡിവൈഡഡ് ബൈ 80. ഇതിന്റെ ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവൂടെ? എന്താ മക്കളെ ജനറൽ ഇക്വേഷൻ? y = tan theta into x minus half gx² divided by u² cos² theta. ഇതാണ് ഇതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈലിന്റെ ജനറൽ ഇക്വേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ tan തീറ്റയാണ്. എന്നാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1. ഒന്നുമില്ലെങ്കിൽ 1 ആയിട്ട് കൊടുക്കാം, ശരിയല്ലേ? ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് കൊടുക്കാം? 1 ആയിട്ട് കൊടുക്കാം. സോ 1 = tan തീറ്റ എന്ന് പറയാൻ സാധിക്കില്ലേ? പറ്റും. സോ tan തീറ്റ = നമുക്ക് എന്തായിട്ട് കൊടുക്കാം? 1 ആയിട്ട് കൊടുക്കാം. ടാനിന്റെ ഏത് ആംഗിളിലാണ് ഉത്തരം 1 വരിക? നമുക്കറിയാം tan 45 ആണ് 1 എന്ന് പറയുക, ശരിയല്ലേ? സോ തീറ്റ = എത്രയാണ്? 45 ഡിഗ്രിയാണ്. അതാണ് ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്.
സോ തീറ്റ അഥവാ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയാണെന്ന് കിട്ടി? 45 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള ടേംസ് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താലോ? ബാക്കിയുള്ള ടേംസ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1/80 ആണ്, ഒന്നുമില്ല. സോ ന്യൂമറേറ്ററിൽ 1 ആയിരിക്കും, താഴെ 80 ആണ്. സോ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 1/80. സോ 1/80 ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ശരിയല്ലേ? ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉള്ള എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. സോ രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കണം, ഈ 2ഉം 80ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് എത്ര വരും? 40 എന്ന് വരും. So 1/40 equal to g divided by u square cos square theta. സെറ്റ് അല്ലേ? ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, ശ്രദ്ധിക്കണം. ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ എന്ത് വരും? 40 അങ്ങോട്ട് പോയാൽ 40g എന്ന് വരും. എന്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ആംഗിൾ അഥവാ തീറ്റ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി അല്ലേ? നമുക്കറിയാം കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നതും സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അത് രണ്ടും 1/√2 ഈക്വലന്റ് ആണ്, ശരിയല്ലേ? 45 ഡിഗ്രിയിൽ സൈനും കോസും എന്തായിരിക്കും? ഈക്വലന്റ് ആയിരിക്കും. അത് 1/√2 ഈക്വലന്റ് ആയിരിക്കും. അതിനാൽ തന്നെ ഇവിടെ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും തുല്യമായിരിക്കില്ലേ? കാരണം ആംഗിൾ സെയിം ആണല്ലോ. അപ്പൊ എത്ര എഴുതാം? ഈക്വൽ ടു 40g എന്ന് എഴുതാം. ക്ലിയർ? അഥവാ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് ഈസിലി എങ്ങനെ റീപ്ലേസ് ചെയ്യാം? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് എഴുതാം. കാരണം ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു, എന്താ മക്കളെ? ഹൊറിസോണ്ടൽ റേഞ്ചിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. യെസ്, ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എന്താ? ഇക്വേഷൻ 2g ആണ്. സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 40g അല്ലേ? സോ 40g ഡിവൈഡ് ബൈ 2g എന്ന് വരും. ജിയും ജിയും ക്യാൻസൽ ചെയ്തു, 40യും 2ഉം ക്യാൻസൽ ചെയ്ത് 20 എന്ന് വരും. സോ ആൻസർ എത്രയാണ്? 20 മീറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുക. ആൻസർ എത്രയാണ്? 20 മീറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, സജസ്റ്റ് അനദർ ആംഗിൾ ഫോർ വിച്ച് ദ റേഞ്ച് ഈസ് സെയിം. സോ നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എറിഞ്ഞു, തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ എറിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരേ ഹൊറിസോണ്ടൽ റേഞ്ച് 6 കിട്ടിയെന്ന് വിചാരിക്കാം. മറ്റേത് ആംഗിളിൽ എറിഞ്ഞാലാണ് ഇതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുക എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. അത് 90 മൈനസ് തീറ്റയിലാണ് എറിയേണ്ടത്. 90 മൈനസ് തീറ്റയിൽ എറിഞ്ഞാലും ഇതേ ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് ലഭിക്കുക. ഉദാഹരണം, 30 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ 90 മൈനസ് 30 അഥവാ 60 ഡിഗ്രിയിൽ എറിയണം. ഇപ്പൊ 40 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ 90 മൈനസ് 40 അഥവാ 50 ഡിഗ്രിയിൽ എറിയണം. 10 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ 90 മൈനസ് 10 80 ഡിഗ്രിയിൽ എറിയണം. 20 ഡിഗ്രിയിൽ എറിഞ്ഞ അതേ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടണമെങ്കിൽ 90 മൈനസ് 20 അഥവാ 70 ഡിഗ്രിയിൽ എറിയണം. കാര്യം മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ 90 മൈനസ് തീറ്റയാണ് അനദർ സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടാനുള്ള ആംഗിൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റിനോട്ട് കടന്നാലോ? അടുത്ത വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ സ്വന്തം ലോസ് ഓഫ് മോഷൻ ഓറിയന്റഡ് ആയ ഒരു നിസാരമായ ചോദ്യമാണ് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, NCERT എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇൻ ദ ഫിഗർ ദ മാസ് ഈസ് 6 കിലോഗ്രാം ഈസ് സസ്പെൻഡഡ് ബൈ എ റോപ്പ് ഓഫ് ലെങ്ത് 2 മീറ്റർ ഫ്രം ദ സീലിംഗ്. നോക്കടാ മക്കളെ, 6 കിലോഗ്രാം ഉള്ള ഒരു മാസ് സീലിംഗിൽ നിന്ന്, നോക്കുക, സീലിംഗിൽ നിന്ന് 2 മീറ്റർ ഉള്ള ഒരു വയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് സസ്പെൻഡ് ചെയ്ത് നോക്കടാ. ഇതുവരെയുള്ള ദൂരം 1 മീറ്റർ ആണ്, ഇതുവരെയുള്ള ദൂരം 1 മീറ്റർ ആണ്. സോ ടോട്ടൽ 2 മീറ്റർ വയറാണ്. ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത് എത്രയാണ്? 6 കിലോഗ്രാം ആണ്. ഇവിടെ ന്യൂട്ടണിലാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം മാസ് ഈക്വൽ ടു 6 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഈക്വൽ ടു എന്താണ്? mg അല്ലേ? സോ 6 × g 10 ആയിട്ട് എടുത്താൽ 60 ന്യൂട്ടൺ ആയിരിക്കും വെയിറ്റ്. ആ വെയിറ്റ് ആണ് ഇവിടെ താഴോട്ട് 60 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്. ഫൈൻ, ഓക്കെ. അടുത്ത കാര്യം, എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് 50 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തിരിക്കുന്നു, കാണിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത, ഓക്കെ, വാട്ട് ഈസ് ദ ആംഗിൾ ദ റോപ്പ് മേക്ക് വിത്ത് ദ വെർട്ടിക്കൽ ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ റോപ്പ് വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, അഥവാ തീറ്റ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുക. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ. തീറ്റയാണ് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. സോ അതിന്റെ ടെൻഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. സോ വലിഞ്ഞു നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടെൻഷൻ ആക്ട് ചെയ്യുക. നമുക്ക് ഈ ടെൻഷനെ 2 കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്താലോ? നമുക്ക് ടെൻഷൻ എന്ത് ചെയ്യാം? 2 കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. നോക്കണം മക്കളെ. സോ ടെൻഷന്റെ ഈ ഒരു തീറ്റയുമായി ഉണ്ടാക്കുന്ന കമ്പോണന്റ് എന്താണെന്നും അതുപോലെ തന്നെ ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയണം. സോ ഈ കമ്പോണന്റ് തീറ്റയുമായിട്ട് ഉണ്ടാക്കുന്ന കമ്പോണന്റ് നിങ്ങൾക്കറിയാം, അത് T1 കോസ് തീറ്റയാണ്. തീറ്റയുമായി ഉണ്ടാക്കുന്ന എപ്പോഴും കോസ് അല്ലേ? സോ T1 കോസ് തീറ്റ ആയിരിക്കും. തീറ്റ ഇല്ലാത്ത കമ്പോണന്റ് ആയിരിക്കും സൈൻ അല്ലേ? സോ ദിസ് വൺ ഈസ് T1 സൈൻ തീറ്റ.
ഒരു സംശയമില്ലല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഈ പറയുന്ന ടെൻഷനെ ഞാൻ 2 കമ്പോണന്റ് ആക്കി മാറ്റി, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്കി മാറ്റി. തീറ്റയുമായി ഉണ്ടാക്കുന്ന കമ്പോണന്റ് കോസ് ആണ്. സോ T1 കോസ് തീറ്റ, ഇതെന്തായിരിക്കും T1 സൈൻ തീറ്റ. സെറ്റ്. രണ്ടും കൂടി നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ നോക്കണം. T1 കോസ് തീറ്റ എന്തിന് ഇക്വലന്റ് ആയിരിക്കും? നേരെ നോക്കിക്കേ. T1 കോസ് തീറ്റ എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഈ പറയുന്ന 60 ന്യൂട്ടൺ ഇക്വലന്റ് ആയിരിക്കില്ലേ? യെസ്. സോ 60. T1 സൈൻ തീറ്റ എന്തിന് ഇക്വലന്റ് ആയിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്ത 50 ന്യൂട്ടൺ ഇക്വലന്റ് ആയിരിക്കില്ലേ? ഇത് രണ്ടും നോക്കടാ, ഈക്വലന്റ് ഓപ്പോസിറ്റ് അല്ലേ? സോ 50. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവ രണ്ടും ഈക്വലന്റ് ആയിരിക്കും. നമുക്ക് ഇവയെ എന്ത് ചെയ്യാം? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഇവന്മാരെ എന്ത് ചെയ്യാം? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോവാണ്, ശ്രദ്ധിക്കണം. സോ T1 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ T1 കോസ് തീറ്റ ഈക്വൽ ടു 50/60 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ T1 ഉം T1 ഉം ക്യാൻസൽ ചെയ്തു, 0 പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാണ്? ടാൻ തീറ്റയാണ്. സോ ടാൻ തീറ്റ ഈക്വൽ എത്ര കിട്ടും? 5/6 എന്ന് കിട്ടും. സോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 എന്ന് കിട്ടും. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 5/6 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടിപൊളിയായ ചോദ്യമല്ലേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടന്റ്, റൈറ്റ്? ഐ തിങ്ക് ഇതിന് ഉത്തരം 40 ഡിഗ്രി ആണ് തോന്നുന്നു. ഞാൻ ചെയ്തൊരു ഓർമ്മ എനിക്കുണ്ട്. സോ നമുക്കിത് വേണമെങ്കിൽ 40 ഡിഗ്രി എന്ന് പറഞ്ഞു കൊടുക്കാം. സോ തീറ്റ ഈക്വൽ ടു 40 ഡിഗ്രി. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല, അത് അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? സെറ്റ്. ഓക്കെ അല്ലടാ മക്കളെ? സോ ലോസ് ഓഫ് മോഷൻ ഓറിയന്റഡ് ആയ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് പറയുന്നത് മനസ്സിലാക്കി പഠിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സെറ്റ്. ഗംഭീരമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇവിടെ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. 15 ചോദ്യങ്ങളായിട്ടില്ല, പകുതിയോളം ചോദ്യങ്ങളെ ആയിട്ടുള്ളൂ. ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ തന്നെ വീഡിയോന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറൌണ്ട് ഒരു 30 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. സോ അതിനാൽ തന്നെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഉറപ്പായും താഴെ ഫീഡ്ബാക്കുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി എത്ര പേര് കാത്തിരിക്കുന്നു എന്ന കാര്യവും താഴെ കമന്റ് ചെയ്യുക ഗൈസ്. സോ ലവ് യു ഓൾ. ബൈ. കാണാം.